സജന നോറ സീരിയലിൽ മാത്രമല്ല ജീവിതത്തിലും സജന കിടന്നങ്ങ് അഭിനയിക്കുക. പൂക്കുറ്റിച്ചേട്ടന് കിട്ടിയ ആ ഓസ്കാർ എടുത്തിട്ട് സജനയ്ക്ക് കൊടുക്കുക. അമ്മാതിരി അഭിനയമാണ് ജീവിതത്തിലും കക്ഷി കാഴ്ചവെക്കുന്നത്. അവാർഡിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ ഇടയില് സജനയുടെ ഒരു ഇന്റർവ്യൂ പറയുന്നതേ പച്ചക്കള്ളം, നല്ല കല്ല് വെച്ച കള്ളാണെന്നുള്ളത് പൊളിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാ. കേൾപ്പിച്ചു തരാം. 3 കോടി തട്ടിയെടുത്തവർ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്റെ ഒരു കാലം കൂടെ ആൾക്കാർക്ക് കേൾക്കാണല്ലോ. അതാണ് ഹണി ട്രാപ്പ്, 3 കോടിയുടെ തട്ടിപ്പ്, എന്തൊക്കെ എങ്ങനൊക്കെ പറയാവോ? മോശമല്ലേ? ആളുടെ ഭാഗം കൂടി നമ്മളൊന്ന് കേൾക്കണ്ടേ അല്ലേ? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി, മതി, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. ആണെന്ന് തോന്നുന്നു ഈ വോയിസിലുള്ളത്. 3 കോടി ചോദിച്ചതേ ആയിരിക്കും. എന്നെ സീരിയസ് ചെയ്യാൻ കാണിച്ചു എന്നെ സീരിയസ് ചെയ്യുന്നത് എന്താന്ന് കണ്ടത്. അയാള് നമ്മൾ വിചാരിക്കുന്ന അപ്പുറം അപ്പയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും എനിക്കറിയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാലും ഇല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി, മതി, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. എന്റെ കൊല്ലവും പറഞ്ഞില്ല, അപ്പുറത്ത് തോന്നിയിരിക്കുന്നു. വീട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എല്ലാവരും ചാതിയാന്നുള്ളത് അയാളെ ഫാമിലി, അയാളെ അഭിമാനമാണ് വരുന്നത്. അതല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസുകാരെ പറഞ്ഞതാ ഇതിന്റെ കുറെ കാര്യങ്ങളിലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല, ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നെയാണ് അനുഭവിക്കുന്നത്. അതിന് എനിക്ക് അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെറുതെ വിടില്ല എന്നാണ് പൂക്കുറ്റി അണ്ണന്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്. എന്തോ നന്നായത്. അണ്ണൻ ഇതന്നാണോ പണി? കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്കിത് ലീഗൽ പക്ഷെ അറിയത്തില്ല ഒന്നും. അപ്പം എന്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രി കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സിറ്റുവേഷൻസ് എത്തും, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എനിക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ലീഗൽ വിഷയങ്ങളെല്ലാം സാറിനടുത്ത് പറഞ്ഞപ്പോൾ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സപ്പോർട്ട്, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു ബ്രദർ, എന്റെ ഒരു മോള് വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഒരു ബ്രദറായിട്ട് നിന്റെ കൂടെ ഉണ്ട്. സത്യം സാറിനോട് ഞാൻ താങ്ക്സ് പറയുക. സാറിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയണം. എന്റെ പൊന്നെ സതീശൻ സാറേ, ഈ നാറ്റക്കേസിലൊന്ന് ഇടപെടരുത്. അതിനേക്കാളും വലിയ നാറും. മനസ്സിലായോ? അമ്മാതിരി നാറ്റക്കേസാണ്. ഇടപെടരുത് എന്ന് പറഞ്ഞ ഇടപെടരുത്. അവിടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യമാണ്. എനിക്ക് ആരെ വേണമെങ്കിലും ഞാൻ ഷാറുഖ് ഖാൻ, നമ്മള് ഇന്ത്യ നടന്മാരോട് ഞാൻ ഫോട്ടോ പറയും. പൂക്കുറ്റി അണ്ണനുമായിട്ടുള്ള ഫോട്ടോയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് എവിടെയോ കിടക്കുന്ന ഷാറുഖ് ഖാനെ വലിച്ചിട്ടേക്കുന്നത്. എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അവരെ ഞാൻ ഒന്ന് പറയും, ഓക്കെ ഞാൻ ചില കാര്യങ്ങൾ, ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കും എടുത്ത് പബ്ലിഷ് ചെയ്തതല്ലേ? പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിലോട്ട് ഇട്ടിട്ട് അതെന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്താണ് അമ്മച്ചി പറഞ്ഞു വരുന്നത്? മനസ്സിലാവുന്നില്ല. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് വെക്കണം, അല്ലാണ്ട് അതെടുത്ത് കൊണ്ടുവന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അതെന്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറയുന്നത് എന്ത് മര്യാദയുടെ പുറത്താണ്? എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളെ കാലത്ത് ഞാൻ ഒന്ന് പറയും, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും. ഇത് പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ്, അല്ലെ? തികച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊരിക്കലും അത് ചിലപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് അറിയിക്കണം, എന്റെ അതിഷ്ടമാണ്. പക്ഷെ അത് പിടിച്ചിട്ട് അവരുടെ ഫാമിലി തകർത്തു, ഇവരുടെ ഫാമിലി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു വൃത്തികെട്ട രീതിയിലല്ലേ കാണിക്കാം. പറയാൻ പാടില്ല. ഈ റസൂൽ പൂക്കുട്ടിക്ക് ഒരു ഫാമിലി ഉണ്ട്, അതറിഞ്ഞിട്ട് പോലും ഇമാതിരി തെണ്ടിത്തരം കാണിക്കാൻ പോയപ്പോ ഈ ബോധമൊന്നും ഇല്ലായിരുന്നോ? ഒരു ഭാര്യ 2 മക്കളുള്ളവന്റെ കൂടെ ബന്ധം നടത്താം, പക്ഷെ അത് നാട്ടുകാർ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരുടെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് എന്താണ് അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മക്കൾ, അതായത് ഒരു മുസ്ലിം മതത്തില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന് അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് കല്യാണം വേറൊരാളെ കല്യാണം വെച്ചാൽ അദ്ദേഹത്തിന് കല്യാണം വെച്ചോ, വേറെ ആരെങ്കിലും കല്യാണം വെച്ചോ, അത് അന്വേഷിക്കട്ടെ. ഞാൻ പൂക്കുട്ടി അണ്ണനെ കൊണ്ട് 2 കെട്ടിക്കാനാണോ അമ്മച്ചിയുടെ ഉദ്ദേശം?
അതിനെ ആ ഭാര്യ സമ്മതിക്കണ്ടേ? അതായത് ഇപ്പൊ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പം കല്യാണം കഴിക്കുന്നത് കാണിക്കത്തോന്നാണ്. ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്കിനി വയ്ക്കാം. ഇത് എന്റെ ജീവിതമാണ്. ഞാൻ ഒരിക്കലും ആണുങ്ങളൊക്കെ കഴിച്ച് ജീവിക്കണ്ടല്ലോ. എനിക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ. കാരണം പൊതുവേ ഒരു സാധനം. എങ്ങനെ കേട്ടില്ല? ആണുങ്ങളുടെ കൂടെ പോയി ഫിറോസ് ഖാന്റെ വീഡിയോ സമയം കിട്ടുമ്പോ ഒന്ന് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. ഒന്നും രണ്ടും അല്ല, 5 ആൾക്കാരുടെ പേരാ പറഞ്ഞത്. വേറെ രീതിയിൽ പോവാം, കുറെ ആണുങ്ങളായിട്ട് പൈസ ഉണ്ടാക്കും, കുറെ ആണുങ്ങളായിട്ട് അങ്ങനെ പോയി തന്നെ അപ്പം അതിനെ തെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരാളുമായിട്ട് ഒതുങ്ങി ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ എന്തോ മറ്റുള്ളവരെ കാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല. അറിഞ്ഞായിരുന്നോ? ഒരു വോയിസ് ഞങ്ങൾ കേട്ടായിരുന്നു. 3 കോടി ചോദിച്ചതും മറ്റതും മറിച്ചതും എല്ലാം കൂടെ ഒരു വോയിസ് ഞങ്ങൾ കേട്ടായിരുന്നു. അതുകൊണ്ട് കേട്ട ആൾക്കാരൊക്കെ മനസ്സിലാക്കിയായിരുന്നു കേട്ടോ. സമയം കിട്ടുമ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. കല്യാണം കഴിച്ച സമൂഹത്തിന്റെ കാണിക്കുന്നത് അദ്ദേഹത്തിനോട് വേറെ കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായിക്കൊണ്ടായിരിക്കും പ്രസവിച്ച് ഞാൻ 4 കൊടുക്കൽ എനിക്ക് ഉറക്കി തന്നെ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? തേങ്ങയാണ് ഈ സമൂഹം. ഓരോന്ന് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലിടും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും, വീണ്ടും കൊണ്ടിടും, വീണ്ടും അത് ഡിലീറ്റ് ചെയ്യും. അത് വിവാദമാകുമ്പോ എടുത്തിട്ട് അയ്യോ എന്റെ ഫോണായി, ഹാക്കായി, തേങ്ങയായി, മാങ്ങയായി, ചക്കയായി. ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ അല്ലെ. സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നെ അയാൾ ഫ്രെയിം ചെയ്ത് എന്നെ ഇങ്ങനെ ചതിച്ചു. അങ്ങനെ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ പ്രത്യേകത? ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് പോകും, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത്. വൃത്തികേടുകൾ ഞങ്ങൾ കാണിക്കും, പക്ഷെ നിങ്ങൾ പറയരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവർക്ക് കാണിക്കാം, നമ്മൾ പറയാൻ പാടില്ല. പോസ്റ്റ് ചെയ്യണതാ. അത് ഞാനല്ലാന്ന് വന്ന് ഞാൻ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം കണ്ടു നോക്കിയാൽ മതി. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ റിസൾട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട് അത് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വരുന്നതാ. എന്റെ മുഖം മറച്ചോക്കേണ്ട ആവശ്യം ഞാനില്ല. എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ എന്റെ പോസ്റ്റ് ഞാൻ എന്റെ മുഖം മറച്ചോക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാനും അദ്ദേഹമായിട്ടുള്ള ഫോട്ടോസുകൾ ഇപ്പം വരുന്ന 2 ഫോട്ടോസാണ്. തുടക്കം തൊട്ടേ വന്നിരിക്കുന്ന 2 ഫോട്ടോ, ഈ 2 ഫോട്ടോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്റെ കയ്യിൽ. എന്തായാലും ഞാൻ ഇടണം. അതിന് നല്ല ഫോട്ടോ അല്ലേ ഇടേണ്ടത്? ആ ഫോട്ടോ തന്നെയാണെങ്കിൽ അത് ഇട്ടവരുടെ കയ്യിൽ അതേ ഉള്ളൂ. അയാൾക്ക് ഈ റിലേഷനോട് താല്പര്യമില്ല, അതുകൊണ്ട് അയാൾ വേറെ ഫോട്ടോ എടുത്തില്ല. അങ്ങനെയും ആവാം. നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ പോലും ആ 2 ഫോട്ടോ മാത്രമേ കാണത്തുള്ളൂങ്കിൽ എന്തു ചെയ്യും? അല്ല, അങ്ങനെ ആവാലോ. സജനയുടെ കയ്യിൽ ഈ 2 ഫോട്ടോ മാത്രമേ ഉള്ളൂ. പോലും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ എന്റെ ഫോൺ ഇപ്പൊ ഇതായിപ്പോയി, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് നമ്മൾ ട്രാവലിംഗിൽ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി. എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്യണോ അത് കയറിയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? അടുത്ത മൊബൈൽ വെച്ച് ലോഗിൻ ചെയ്യും. ശരി ഒന്ന് താടി എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തു. പക്ഷെ ഈ ലോഗ് ഔട്ട് ചെയ്ത എല്ലാ വ്യക്തികൾക്കും അറിയാം ലോഗ് ഔട്ട് അല്ല ചെയ്യേണ്ടത്. ലോഗ് ഔട്ട് ചെയ്താൽ വീണ്ടും അവർക്ക് കയറി വെറും ലോഗിൻ മാത്രം കൊടുത്താൽ മതി, പാസ്വേഡും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പൊ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ കാരണം എങ്ങനെയാണ് ലോഗ് ഔട്ട് ചെയ്യുന്നത് അത് ആൾക്കാർക്ക് ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. കാരണം എന്നാൽ ചാലുവാണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലോഗ് ഔട്ട് ആയി പോകുന്നില്ല, അവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതാണ് ഇന്ന് ഞാനിപ്പം ഇവിടെ നിന്ന് അനുഭവിക്കുന്നതിന്റെ മെയിൻ കാരണം. കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആയിരിക്കും. ഞാൻ പിന്നെ എന്റെ അക്കൗണ്ട് ഒന്നും വല്ലവരുടെയും ഫോണിൽ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഉള്ള ആൾക്കാർ പറഞ്ഞു തന്നാ അറിയാം. പക്ഷേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ റീച്ച് കയറിയോ നോക്കാൻ വേണ്ടിട്ട് സ്വന്തം അക്കൗണ്ടിൽ കയറി നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിപ്പോ ഈ ഫോൺ മേടിച്ച ആളുടെ അക്കൗണ്ടിൽ കയറിയാലും കിട്ടത്തില്ലേ? എന്തോ. പിന്നെ 3 കോടി ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം സ്വന്തം വായിന്ന് തന്നെ ഫോൺ റെക്കോർഡ് വഴിയൊക്കെ ഇപ്പൊ പുറത്തിറങ്ങിയതുകൊണ്ട് നാട്ടുകാർക്ക് അറിയാം 3 കോടി ചോദിച്ചില്ല എന്നുള്ളതൊക്കെ. കൂടുതൽ അങ്ങോട്ട് ഇരുന്ന് മെഴുകരുത്. മെഴുകൽ ആർക്കും കാണണ്ട, അതുകൊണ്ടാ. ശരിയെന്നാ മെഴുകി സ്വയം നാറാൻ നിൽക്കുന്നത് സ്വന്തം കയ്യിലിരിപ്പിന്റെയോ. ടാറ്റാ, ബൈ ബൈ.